ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ഹൗ ഇറ്റ് ഓൾ ഇസ് ഗെറ്റിംഗ് കണക്റ്റഡ്. ഇപ്പം ഞാൻ തിരുവല്ലയും കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ പേര് ആര് കേട്ടിട്ടുണ്ട്? ജോൺ ഹോക്സ്വർത്ത്. കൈ ഉയർത്തിക്കേ. ജോൺ ഹോക്സ്വർത്ത്. ഞാൻ ഈയിടെ ഒരുപാട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ജോൺ ഹോക്സ്വർത്ത്. അനേകർക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ മുടി വെട്ടാൻ പോകുന്നത് തോലശ്ശേരി, ഇവിടെ ജോൺ അങ്കിൾ സാറാൻറ്റി ഉണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് തോലശ്ശേരി ജംഗ്ഷനിൽ ഇടത്തെ സൈഡിലാണ് മുടി വെട്ടിക്കാൻ പോകുന്നത്. ഞാൻ ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ എൻ്റെ കണ്ണ് സാധാരണ നിറയും. എപ്പോഴൊക്കെ മുടി വെട്ടാൻ ഞാൻ പോകുന്നുണ്ടോ, ഞാൻ ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അപ്പോൾ എൻ്റെ മോൻ എപ്പോഴും അടുത്തിരിപ്പുണ്ട്. അവനോട് അപ്പ വായാ യു ക്രൈങ് എല്ലാ പ്രാവശ്യവും മുടി വെട്ടാൻ പോകുമ്പോൾ സംഭവിക്കുന്നു. കാരണം ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നവരുണ്ട് ഹോക്സ്വർത്ത് സ്കൂൾ, ഹോക്സ്വർത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ ഹോക്സ്വർത്ത് കാണാം. അപ്പം ഞാൻ ഓർത്ത് ഈ ഹോക്സ്വർത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ജോൺ ഹോക്സ്വർത്ത് എന്ന് പറയുന്ന ഒരു CMS മിഷണറി അനേക 19th സെഞ്ചുറി 19ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് സകലവും വിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു അനേകർ ഈ അടിമ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്നലെ അച്ഛൻ പറഞ്ഞു അതിനെക്കുറിച്ച്, മല്ലപ്പള്ളിയിലും ഈ ഭാഗത്തെല്ലാം. ഈ അടിമ വ്യാപാരം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളു നൊന്തു. അദ്ദേഹം അവരോട് സുവിശേഷം പറഞ്ഞു ഇതിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തന്നാൽ ആവോളം പ്രവർത്തിച്ചു. അതിനിടയിൽ അവർക്ക് വേണ്ടി സ്കൂൾ, കാരണം എഡ്യൂക്കേഷൻ ആണല്ലോ ഇഷ്യൂ. അദ്ദേഹം അന്ന് വന്ന് കണ്ടപ്പോൾ ഒരു റുപ്പയ്ക്ക് ഒരു അടിമയെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു ആ കാലത്ത്. ഒരു റുപ്പയ്ക്ക് ഒരു ഫീമെയിൽ സ്ലേവിന് 1.5 ഇടങ്ങഴി, ഒരു ദിവസത്തെ കൂലിയാണ് 1.5 ഇടങ്ങഴി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹോക്സ്വർത്തിന് നെഞ്ചുപൊട്ടി. ഹോക്സ്വർത്ത് അവർക്ക് വേണ്ടി ചെറിയൊരു സ്കൂൾ, ഹോക്സ്വർത്തും തന്റെ ഭാര്യയും അതിനുശേഷം തന്റെ മകളുടെ ഭർത്താവും കൂടെ ചേർന്ന് സ്ത്രീകൾ അടിമ, അതായത് ഫീമെയിൽ സ്ലേവ്സിന് വേണ്ടി ഒരു ചെറിയ സ്കൂള് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച് മുന്നോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ സ്ഥലത്ത് വിദ്യാഭ്യാസം പടർന്ന് പന്തലിച്ചു. ഈ കേരളമാണ് സാക്ഷരതയിൽ 1ാമത് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ ഇന്നലെ കേട്ടല്ലോ. 1ാമത് നിൽക്കുന്നത്. നിങ്ങൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മലയാളിയുടെ സാക്ഷരതയുടെ പവർ എന്താണെന്ന്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും ജോലി സംബന്ധിച്ച് യാത്ര ചെയ്യും. ഈ ജോലിയെല്ലാം സംബന്ധിച്ച് അതിനകത്ത് വലിയ രസകരമായ ഒരു സംഭവം കാണാം. വലിയ ബോർഡ് മീറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഭയങ്കര പ്രസന്റേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാം, അത് യൂറോപ്പിലാകട്ടെ, US-ലാകട്ടെ, ദുബായിലാകട്ടെ, എവിടെയായാലും ഇറങ്ങാൻ നേരം ആരെങ്കിലും ആ വലിയ ബോർഡ് മീറ്റിംഗ് എല്ലാം എന്താണ്, മിസ്റ്റർ ചെറിയാൻ, ഇത്രയും നേരം ഇംഗ്ലീഷിൽ ഭയങ്കര വർത്താനമായിരുന്നു, നാട്ടിലെവിടെയാ? എവിടെ നോക്കിയാലും സ്ഥിരം ചോദ്യം. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, സ്ഥിരം ചോദ്യം. എങ്ങനെ ഇത്രയും സാക്ഷരത വന്നു? നിങ്ങളൊന്ന് ചരിത്രം പഠിക്കണം കേട്ടോ. ജോൺ ഹോക്സ്വർത്തിനെ പോലെ അനേകര് വില കൊടുത്ത് സ്കൂൾ ഉണ്ടാക്കി. ഞാൻ ഓരോ പ്രാവശ്യവും തോലശ്ശേരി. ഈ ജോൺ ഹോക്സ്വർത്ത് ഇവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങളൊന്നും അറിയണ്ടേ, എങ്ങനെ തിരുവല്ലയിൽ എത്തിയെന്ന്. ആ ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞ അടുത്ത ഒരു കാര്യം പറഞ്ഞു നിർത്താം. ജോൺ ഹോക്സ്വർത്ത് ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ, ഒരു കുഞ്ഞു പയ്യൻ 10-12 വയസ്സായിരുന്നപ്പോൾ ഇതുപോലൊരു വലിയ മീറ്റിങ്ങിന് കൂടി വന്നിരിക്കുക. ഈ മീറ്റിങ്ങിൽ കൂടി വന്നിരുന്നപ്പോൾ സ്തോത്രാഴ്ചക്കുള്ള പാത്രം ഇങ്ങനെ മുമ്പ് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സ്തോത്രാഴ്ച പാത്രം മാറി അവസാനം ഈ 10 വയസ്സുകാരന് മുമ്പിൽ എത്തി. അപ്പൊ ഈ പാത്രം കൊണ്ടുവന്ന അഷറിനോട് പറഞ്ഞു പാത്രം കുറച്ചുകൂടെ ഒന്ന് താക്കാവോ? അപ്പൊ ഈ കൊണ്ടുവന്ന ആള് പാത്രം കുറച്ചുകൂടെ താത്തു. പിന്നെ പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് താക്കാവോ? കുറച്ചുകൂടെ താത്തു. പിന്നെ അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ താക്കണം. അപ്പൊ ഇയാൾ ഓർത്തി ഇതെന്താ ഇത്രയും താക്കണ്ടേ, അവൻ അത്രയും സൈസ് കുറവൊന്നുമില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു ഇത് താഴോട്ടൊന്ന് വെക്കാവോ? ഈ കൊണ്ടുവന്ന ആൾ ഈ പാത്രം താഴോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ജോൺ ഹോക്സ്വർത്ത് അതിന്റെ മണ്ടയ്ക്കോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു കർത്താവേ, എനിക്ക് തരാനൊന്നുമില്ല, എന്റെ ചെറിയ ജീവിതം മാത്രം. ഇന്ന് തോലശ്ശേരി ഞാൻ ചെല്ലുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നതിന്റെ കാരണം എന്നറിയാം? സുവിശേഷം നമുക്ക് ലഭിച്ചതിന്റെ കാരണം ഒരു ജോൺ ഹോക്സ്വർത്ത് അതിന്റെ മുകളിൽ കയറി നിന്നതുകൊണ്ട്. CMS ഫൗണ്ടേഷൻ എവിടാ തുടങ്ങിയതെന്നറിയാമോ? വില്യം വിൽബർഫോഴ്സ് മന്ത്രി. വില്യം വിൽബർഫോഴ്സ് എങ്ങനെ ഉണ്ടായതെന്നറിയാമോ? 2 മൊറേവിയൻ മിഷണറിമാർ. പ്രിയമുള്ളവർ, ഈ വലിയ if we can get this big picture that we are just a link in the chain, ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നമ്മൾ ഒരു ചെറിയ കണ്ണിയാന്നുള്ളതൊന്ന് മനസ്സിലാകാമെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കും. We need to understand the big plan of God. Behind the policies of man works the great arm of God. ഇതൊന്ന് മനസ്സിലാക്കാമെങ്കിൽ നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ വലിയ സ്നേഹത്തോടും വലിയ വിശ്വസ്തയോടും ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും.